ഓഗസ്റ്റ് 20-ന് നടി റിനി ആൻഡ് ജോർജ് എം എൽ എയുടെ പേര് വെളിപ്പെടുത്താതെ ആദ്യ ആരോപണമായി എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദങ്ങൾക്ക് തുടക്കമായത്. രാഹുലിനെ കുരുകിയ ആരോപണങ്ങളുടെ നാൾവഴിയിലേക്ക്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. 2025 ഓഗസ്റ്റ് 20-നാണ് യുവനടി റിനി ആൻഡ് ജോർജ് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു യുവ രാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും പരസ്യമായി ആരോപിച്ചത്. പേര് പറഞ്ഞില്ലെങ്കിലും വാർത്തകൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നാരോപിക്കുന്ന യുവതിയുടെ ശബ്ദരേഖ പുറത്തുവന്നു. ട്രാൻസ്ജെൻഡർ അവന്തികയും എഴുത്തുകാരി ഹണി ഭാസ്കരനും ഉൾപ്പെടെ മറ്റു സ്ത്രീകളും രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും അത്തരം ഇടങ്ങളിലേക്ക് പോയി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെക്കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പരാതികൾ ഉയർന്നപ്പോഴൊക്കെ ഹൂ കെയേഴ്സ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്. ആരോപണങ്ങൾ ശക്തമായതോടെ 2025 ഓഗസ്റ്റ് 21-ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ നിലപാടെടുത്തു. തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും രാഹുലിനെ KPCC സസ്പെൻഡ് ചെയ്തു. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. ലൈംഗിക ആരോപണങ്ങളിലും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തുടർന്ന് കേസിൽ നിയമ നടപടിക്ക് താൽപ്പര്യമില്ലെന്ന് യുവനടി ഉൾപ്പെടെ ആരോപണമുന്നയിച്ച ചില സ്ത്രീകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി. സെപ്റ്റംബർ 16-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയത് വിവാദമായി. തുടർന്ന് രാഹുൽ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ സജീവമായി. നവംബർ 27-ന് യുവതിയുടെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. മുഖ്യമന്ത്രി പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നവംബർ 28-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയമല പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, നിർബന്ധിച്ച് ഗർഭചിത്രം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.